കണ്ണൂർ തലശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റെയ്ഹാന്റെ ആത്മഹത്യയിൽ പ്രധാന അധ്യാപികയ്ക്കെതിരെ ആരോപണവുമായി കുടുംബം. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിന് കുട്ടിയെ ക്ലാസ് മുറിയിൽ വെച്ച് അധ്യാപിക അധിക്ഷേപിച്ചുവെന്നാണ് പരാതി. മൊറാഴയിലെ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് ആരോപണം നിഷേധിച്ചു. അസ്വാഭാവിക മരണത്തിന് തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവൻ ഫ്രൈഡേ നൈറ്റ് അടക്കം എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹൈദരാബാദായിരുന്നു. ഇവന് മാത്സിൽ ഫെയിലായിരുന്നു. ഇൻ ദ സെൻസ് നമ്മൾ ഈ പാരൻസ് മീറ്റിങ്ങിന് മുന്നേ മാർക്സ് അറിഞ്ഞു ഇവൻ മാത്സിൽ ഫെയിൽഡ് ആയിരുന്നു. പിന്നെ ഇവൻക്ക് ടെൻഷൻ ആവേണ്ട എന്ന രീതിയിലാണ് നമ്മളാരും അത് പറയാണ്ടിരുന്നത്. ഇവൻ്റെ ഫ്രണ്ട്സും സീനിയേഴ്സും കുറേ മെസ്സേജസും ഇതാക്കി ഇവൻക്ക് ഫ്രൈഡേ ഉദയ മാം ഇവനെ, അതായത് ഇവൻ്റെ പ്രിൻസിപ്പൾ ഇവനെ വല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിൻ്റെ ഉമ്മാനോട് ഞാൻ മാർക്സ് പറഞ്ഞേന്. അപ്പോൾ ഉമ്മ പറഞ്ഞു നീ അടുത്തതിൽ പിടിക്കും, റീടെസ്റ്റിലൊക്കെ ഓക്കെ ആവും. മാം ചോദിച്ചോളൂ നീ എന്ത് മിറാക്കിളാണ് ചെയ്യാൻ പോകുന്നത്, എന്നെ കൊണ്ട് പറ്റില്ല. നമ്മളെ മോൻ കാരണം ആരും വിഷമിക്കണമെന്നില്ല, പക്ഷെ അവൻ വിഷമിച്ചതിന് അവൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ. അവർക്ക് അറിയാലോ, വ്യക്തമായിട്ട് അറിയാലോ ഈ മാത്സിൽ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞതും മാത്സ് ടീച്ചറെ വെക്കാത്തതും അവർക്കൊരു ഇഷ്യൂ ആയിട്ട് വരുമെന്ന് അവർക്കറിയാം. അത്രയും ഫെസിലിറ്റീസ് തരേണ്ട ഒരു സ്കൂള് ആ ഒരു ഫെസിലിറ്റീസ് തരാതെ അവർ പ്രിൻസിപ്പാൾ തൽക്കാലം വന്നെടുക്കുകയാണ് ക്ലാസ്. അങ്ങനെ ഒരു ടീച്ചറായിട്ടല്ലല്ലോ ഉള്ളത് അവിടെ. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, ഈ സ്കൂൾ ഈ ആരോപണം നിഷേധിക്കുന്നുണ്ട്, പക്ഷേ കുടുംബം വളരെ കൃത്യമായി ശക്തമായ ആരോപണം മുന്നോട്ട് വെക്കുകയാണ്. സ്കൂളിൽ നിന്ന് അധിക്ഷേപിച്ചു, വീട്ടുകാരോടക്കം പരാതി പറഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തമാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. മാധു, തീർച്ചയായിട്ടും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ജവാക്കിഷ് റെയ്ഹാൻ എന്ന് പറയുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണുന്നത്. ഈ സംഭവത്തിന് ശേഷം ഇതിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ഇടയിലാണ് ഈ രക്ഷിതാക്കളുടെ മൊബൈലിലേക്കും സഹോദരിയുമായി ഒക്കെ ചില റെയ്ഹാൻ്റെ സഹപാഠികൾ ബന്ധപ്പെടുന്നത്. കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുകയായിരുന്നു. അവർ ഈ പാടികളായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈ കുടുംബത്തിന് ഇങ്ങനൊരു അധിക്ഷേപം നടന്നിട്ടുണ്ട്, ക്ലാസ് റൂമിൽ ഈ വിദ്യാർത്ഥിയെ അധ്യാപിക മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. പിന്നീട് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകളോട് സംസാരിക്കുന്നു. ഈ സ്കൂളിലെ മറ്റ് അധ്യാപികമാരോടും അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളോടുമൊക്കെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ തേടുന്നു. അങ്ങനെയാണ് ഈ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൂടി അധ്യാപികയുടെ ഭാഗത്തുനിന്ന് കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയതിന് ചില പരാമർശങ്ങൾ ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കുടുംബം മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ ക്ലാസ് റൂമിൽ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് കണക്ക് പരീക്ഷയിൽ തോറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി എന്ത് അത്ഭുതം നടത്തിയാണ് ഇതിൽ ജയിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള പരാമർശം. അതുപോലെ തന്നെ കുട്ടി നന്നായി ചിരിക്കുന്ന, എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു പ്രകൃതമുണ്ട്. അത് ചില ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ടാണ് എന്ന് പോലും ഈ അധ്യാപികയുടെ ഭാഗത്ത് അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ ഈ എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഈ സ്കൂൾ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം പൂർണ്ണമായും തന്നെ നിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത് മാർക്ക് കുറഞ്ഞതിനെ കുട്ടിയെ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലെങ്കിൽ കൂടുതൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങണമെന്നുള്ള കാര്യം പറയുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് അധ്യാപിക പറയുന്നത്. എന്തായാലും കുടുംബം പോലീസിലും അതുപോലെ തന്നെ മറ്റ് ബാലാവകാശ കമ്മീഷനിലും ഉൾപ്പെടെ പരാതി നൽകിയാണ്. നമുക്കൊക്കെ അറിയാവുന്ന ലിബർട്ടി ബഷീറിൻ്റെ മകൻ്റെ മകൻ കൂടിയാണ് ഈ മരണപ്പെട്ടിട്ടുള്ള റെയ്ഹാൻ എന്ന് പറയുന്ന കുട്ടി. മാധു, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. കണക്കിന് മാർക്ക് കുറഞ്ഞതിന് വിദ്യാർത്ഥി സ്കൂളിൽ വെച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഈ വിവരം ബന്ധുക്കൾക്ക്, വീട്ടുകാർക്കൊക്കെ മനസ്സിലായത് മറ്റു കുട്ടികളോടും അധ്യാപകരോടും ഒക്കെ സംസാരിച്ചിട്ടാണ് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ അർജുൻ നമ്മളോട് പറഞ്ഞു തരികയും ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു കുട്ടികളടക്കം നൽകിയ വിവരങ്ങൾ. എന്തായാലും പക്ഷേ ഈ സ്കൂൾ അധികൃതർ ഇതിപ്പോൾ നിഷേധിക്കുകയാണ്.